കൃഷിയിടത്തിന് നടുവിലുള്ള ഒരു വലിയ വീട്. റോസി, സുന്ദരി, കളറി അങ്ങനെ 3 താറാവുകൾ ആ വീട്ടിൽ ജീവിച്ചിരുന്നു. പക്ഷേ അവിടുത്തെ വീട്ടമ്മയെ റോസി താറാവിന് തീരെ ഇഷ്ടമല്ലായിരുന്നു. അതിന് ഒരു കാരണമുണ്ടായിരുന്നു. വീട്ടമ്മ താറാമുട്ടകൾ എടുത്ത് അടയിരിക്കുന്ന കോഴികൾക്ക് കൊണ്ടുപോയി വച്ചിരുന്നു. നമ്മുടെ മുട്ടകളെടുത്ത് കോഴികൾക്ക് കൊടുക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഓ, എനിക്കത് നല്ലതാണെന്നാണ് തോന്നുന്നത്. അടയിരിക്കണം, മുട്ടകൾ വിരിയും, കുഞ്ഞുങ്ങളെ നോക്കണം. അതെന്തൊരു ബോറ് പരിപാടിയാണ്. ഇത് പറഞ്ഞ് സുന്ദരി കണ്ണാടിയിൽ നോക്കി സ്വന്തം സൗന്ദര്യം ആസ്വദിച്ചു നിന്നു. എന്നാൽ റോസിക്ക് എങ്ങനെയും സ്വന്തം മുട്ടകൾ വിരിയിച്ചെടുക്കണം എന്നാഗ്രഹം തോന്നി. അടുത്ത ദിവസം അവൾ കർഷകന്റെ ഭാര്യ വരുന്നതിന് മുൻപ് അതിരാവിലെ തന്റെ മുട്ടകൾ പലയിടത്തായി ഒളിച്ചുവച്ചു. ചിലത് അവൾ കൃഷിയിടത്തിൽ ഒളിച്ചുവച്ചു, ചിലത് അവൾ പാത്രങ്ങൾക്ക് പിറകിലായി വച്ചു, ഒരെണ്ണം അവൾ ബക്കറ്റിനടിയിൽ സൂക്ഷിച്ചു വച്ചു. അന്നേ ദിവസം മുട്ടകൾ എടുക്കാൻ വന്ന വീട്ടമ്മ റോസി താറാവിന്റെ മുട്ടകൾ കാണാത്തതിൽ അതിശയിച്ചു. പക്ഷേ കൃഷിക്കാരന്റെ ഭാര്യ വളരെ ബുദ്ധിമതിയായിരുന്നു. അവർ കൃഷിയിടത്തിൽ ഒളിപ്പിച്ച മുട്ടകൾ കണ്ടെടുത്തു. പിന്നെ പാത്രങ്ങൾക്ക് പിന്നിൽ ഒളിപ്പിച്ചതും ഒടുവിൽ ബക്കറ്റിനടിയിൽ ഒളിപ്പിച്ചതും കണ്ടുപിടിച്ചു. റോസി താറാവിന് വളരെ ദുഃഖമായി. ഞാൻ ഈ ഫാമിൽ നിന്ന് പുറപ്പെട്ടു പോകും. മറ്റൊരിടത്ത് മുട്ടയിട്ട് അടയിരുന്ന് ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുക്കും. അവൾ അടുത്ത ദിവസം അവിടെ നിന്ന് ആരും കാണാതെ പുറത്തേക്ക് കടന്നു. അവൾ ഒരു മല കയറി അതിന്റെ മുകളിലെത്തി. അവിടെ നിന്ന് അകലെ ഒരു കാട് കണ്ടു. അവൾ അങ്ങോട്ടേക്ക് നടന്നു. കാട്ടിലെത്തിയപ്പോൾ അവിടെ ഒരു അപരിചിതൻ പത്രം വായിച്ചിരിക്കുന്നു. റോസിക്കാകട്ടെ അതൊരു കുറുക്കനാണെന്ന് മനസ്സിലായതേയില്ല. കുറുക്കൻ അവളെ കണ്ടു. ഹലോ, എന്താ? ഈ വഴിക്ക് മുൻപ് കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾക്ക് വഴി തെറ്റി വന്നതാണോ? ഓ, എത്ര നല്ല ഒരു ജെന്റിൽമാൻ. എനിക്ക് വഴി തെറ്റിയതൊന്നുമല്ല. മുട്ടയിടാൻ ഒരു സുരക്ഷിത സ്ഥലം അന്വേഷിച്ചിറങ്ങിയതാണ്. എനിക്ക് മുട്ടകൾ വളരെ ഇഷ്ടമാണ്. താറാ കുഞ്ഞുങ്ങളെ അതിലേറെ ഇഷ്ടമാണ്. ഓ, അങ്ങനെയോ? അത് നല്ല ഒരു കാര്യമാണല്ലോ. പ്രിയപ്പെട്ട താറാവമ്മേ, നിങ്ങൾ എന്റെ കൂടെ വരൂ. എന്റെ വീട്ടിലെ ചായ്പിൽ നിനക്ക് മുട്ടയിടാൻ ഞാൻ സൗകര്യങ്ങളെല്ലാം ചെയ്തു തരാം. ശരി, എനിക്ക് നിങ്ങൾ വളരെ മാന്യനാണെന്ന് മനസ്സിലായി. ഞാൻ കൂടെ വന്ന് അവിടെയൊക്കെ ഒന്ന് കാണട്ടെ. അവർ ഇരുവരും നടക്കുവാൻ തുടങ്ങി. കുറുക്കൻ അവളെ തന്റെ വീട്ടിലേക്കും അവിടെ നിന്ന് ചായ്പിലേക്കും ക്ഷണിച്ചു. വാതിൽ തുറന്ന് അവർ അകത്തേക്ക് പ്രവേശിച്ചു. എന്താണ് ഇവിടെ നിറയെ തൂവലുകൾ കൂട്ടിയിട്ടിരിക്കുന്നത്? അത് പിന്നെ അത് എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല മൃദുവായ നനുത്ത മെത്ത. അവൾ അവിടെ ഒരു ചെറിയ മെത്തക്കൂടുണ്ടാക്കി. ഞാൻ ഇന്ന് പോയിട്ട് നാളെ തിരികെ വരാം. ഞാൻ നിങ്ങളുടെ കൂട് നന്നായി തന്നെ സംരക്ഷിക്കാം. നിങ്ങൾ മാന്യൻ മാത്രമല്ല, നല്ല ഒരു ഹൃദയാലുവുമാണ്. വളരെ നന്ദി. അവൾ വീട്ടിലേക്ക് മടങ്ങി. അടുത്ത പ്രഭാതത്തിൽ അവൾ മടങ്ങി വന്ന് ഒരു മുട്ടയിട്ടു. വൈകിട്ട് തിരികെ പോയി. നല്ല മുഴുപ്പുള്ള മുട്ടകൾ. അങ്ങനെ അവൾ പല ദിവസങ്ങളിൽ വന്നുപോയി. മുട്ടകളുടെ എണ്ണം കൂടിക്കൂടി വന്നു. ഓരോ രാത്രിയും കുറുക്കൻ വന്ന് മുട്ടകൾ എണ്ണി നോക്കി. 1, 2, 3, 4 വളരെ രുചികരവുമായിരിക്കും.
ആകെ 9 മുട്ടകൾ അവൾ ഇട്ടു. ഇനി മതി. നാളെ ഞാൻ വന്ന് ഈ 9 മുട്ടകൾക്കും അടയിരിക്കാൻ തുടങ്ങും. നാളെ വരുമ്പോൾ നീ കുറച്ച് പച്ചമരുന്നുകൾ കൂടെ കൊണ്ടുവരണം. നമുക്ക് നല്ല ഒരു രാത്രി ഭക്ഷണം തയ്യാറാക്കാം. അവൾ ഒരു സഞ്ചിയുമെടുത്ത് പുറത്തേക്കിറങ്ങി. കൃഷിക്കാരന്റെ തോട്ടത്തിൽ നിന്ന് പച്ചിലകൾ പറിക്കുവാൻ തുടങ്ങി. സഞ്ചി നിറയെ പച്ചിലകൾ അവൾ പറിച്ചെടുത്തു. അവൾ ആരോടൊന്നില്ലാതെ പറഞ്ഞു, രാത്രി ഭക്ഷണം എന്തായാലും കെങ്കേമമായിരിക്കും. അവളുടെ പുറകിൽ കാവൽക്കാരനായ ഡിങ്കി നായ നിന്നത് അവൾ ശ്രദ്ധിച്ചതേയില്ല. ഓ, അത് നല്ല വാർത്തയാണല്ലോ. നീ ഡിന്നറിന് പോകുന്നുണ്ടല്ലേ? ആട്ടെ, എവിടെയാണ് ഡിന്നർ? അത് എന്റെ ഒരു പുതിയ സുഹൃത്തിന്റെ വീട്ടിലാണ്. എനിക്കറിയാത്ത ഏതു പുതിയ സുഹൃത്താണ് നിനക്കുള്ളത് റോസി? അവൾ നടന്നതെല്ലാം ഡിങ്കി നായയോട് പറഞ്ഞു. ആട്ടെ, അവനെ കണ്ടാൽ എങ്ങനെ ഇരിക്കും? അവൾ ആ മാന്യന്റെ രൂപം വർണ്ണിച്ചു. അവന്റെ വീട് എവിടെയാണ്? അവൾ വഴി കൃത്യമായി പറഞ്ഞുകൊടുത്തു. അധികം കമ്പനിയൊന്നും വേണ്ട കേട്ടോ. കേട്ടിട്ട് അവൻ ആളത്ര വെടിപ്പാണെന്ന് തോന്നുന്നില്ല. ഇവന് നല്ല അസൂയുണ്ടെന്ന് തോന്നുന്നു. പട്ടി അവിടെ നിന്ന് ഓടിപ്പോയി. അവൻ എങ്ങോട്ടേക്കാണ് ഓടിപ്പോയതെന്ന് അവൾക്ക് മനസ്സിലായില്ല. റോസി വൈകാതെ പച്ചില കൂടയുമെടുത്ത് കുറുക്കന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. കുറുക്കൻ ആകാംക്ഷയോടെ റോസിയെ കാത്ത് വീടിന് മുന്നിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു. അവൻ കാറ്റിൽ മണം പിടിച്ചു. അവൻ എന്തോ ഒരു പന്തികേട് തോന്നി. റോസി അവിടെ എത്തി. ഞാൻ പച്ചിലയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അയ്യോ, എന്നെ കളിച്ചേ. പെട്ടെന്ന് ശബ്ദം കേട്ട കുറുക്കൻ ആകെ പേടിച്ചുപോയി. നീയായിരുന്നു. കാട്ടിൽ എനിക്ക് മറ്റൊരു ജീവിയുടെ മണമാണല്ലോ കിട്ടിയത്. ഇങ്ങോട്ടെടുക്ക്. വേഗം എന്നിട്ട് അകത്ത് കയറ്. ഇന്ന് എന്റെ സുഹൃത്ത് കുറച്ച് പരുഷമായാണല്ലോ സംസാരിക്കുന്നത്. അവൾ മുറിക്കുള്ളിലേക്ക് കയറിയ ഉടനെ അവൻ വാതിൽ കൊട്ടിയടച്ചു. അവൾ ശരിക്കും പേടിച്ചുപോയി. അവിടെ നിന്നും രക്ഷപ്പെടാൻ വഴിയുണ്ടോ എന്നവൾ നോക്കി. പെട്ടെന്ന് പുറത്ത് വലിയ കുരയും കോഴിയിടലും കേട്ടു. എന്താണ് സംഭവിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ വാതിൽ തുറന്ന് ഡിങ്കിപ്പട്ടി കൂടയുമായി കയറി വന്നു. വേഗം പോകാം, വേഗം പോകാം. നീ ആ മുട്ടകളൊക്കെ ഈ കൂടയിലിടൂ. റോസി 9 മുട്ടകളും ശേഖരിച്ച് നിനക്ക് കടിച്ചു പറിച്ചിട്ട് കൊതി തീർന്നില്ലേടാ. മൃതപ്രായനായി കിടന്ന അവനെ നോക്കി ഡിങ്കിപ്പട്ടി പറഞ്ഞു, ഇതാണ് കുറുക്കൻ. അയ്യോ, ഇതാണോ കുറുക്കൻ? ദൈവമേ, ഒരു കുറുക്കനെയാണോ ഞാൻ സുഹൃത്തായി ഇത്രയും കാലം കൊണ്ടു നടന്നത്? എന്തായാലും ഡിങ്കിനായ അവനെ കടിച്ച് മൃതപ്രായനാക്കിയല്ലോ. സമാധാനമായി. അവർ ഇരുവരും വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെ കൃഷിയിടത്തിൽ കൃഷിക്കാരന്റെ ഭാര്യ എത്താത്ത ഒരു സ്ഥലം ഡിങ്കി അവൾക്ക് മുട്ടകൾക്ക് അടയിരിക്കാൻ കാട്ടിക്കൊടുത്തു. അവൾ 9 മുട്ടകൾക്കും അടയിരുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് അതിൽ ഒരു മുട്ട വിരിഞ്ഞ് ഒരു താറാക്കുഞ്ഞു പുറത്തു വന്നു. Goodbye.